അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പുതുതായി ചുമതലയേറ്റ ഭരണസമിതിയുടെ പ്രഥമ യോഗം താലൂക്ക് യൂണിയൻ വണ്ടിപ്പെരിയാർ ഓഫീസിൽ വെച്ച് നടന്നു. ശബരിമല മകരവിളക്ക് പുല്ലുമേട്ടിൽ നിന്നും ദർശനം കഴിഞ്ഞിറങ്ങുന്ന അയ്യപ്പ ഭക്തരോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വരെക്കും മട്ടുംതാ പൊങ്കൽ പൊങ്കട്ടും പൊൻ പെരുകട്ടും മകിഴ്ചി നിലയ്ക്കട്ടും. പ്രപഞ്ചശില്പിയായ വിശ്വകർമാവിന്റെ പിന്തുടർച്ചക്കാരായ വിശ്വകർമ്മജരുടെ തൊഴിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് രൂപീകൃതമായ അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാന ജില്ലാ താലൂക്ക് കമ്മിറ്റികളിൽ പുനർസംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകൃതമായിരുന്നു. ഇത്തരത്തിൽ പുതുതായി ഭരണസമിതി തിരഞ്ഞെടുപ്പ് പൂർത്തിയായ പീരുമേട് താലൂക്ക് യൂണിയൻ പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗമാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടിപ്പെരിയാർ ഓഫീസിൽ വെച്ച് നടന്നത്. സംസ്ഥാന ഓർഗനൈസറും താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ TC ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച പീരുമേട് താലൂക്ക് പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചിറക്കൽ അധ്യക്ഷനായിരുന്നു. ഇരുവരും സംയുക്തമായി യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയന് ലഭിച്ച കലണ്ടർ പ്രകാശനവും അംഗങ്ങൾക്കായുള്ള വസ്ത്രവിതരണവും നടന്നു. വണ്ടിപ്പെരിയാർ തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ വ്യാപാരികൾക്ക് സർക്കാർ അടിയന്തരമായി ധനസഹായം നൽകണമെന്നും പുല്ലുമേട്ടിൽ നിന്നും മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന അയ്യപ്പ ഭക്തരോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നും അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ഓർഗനൈസറും സെക്രട്ടറിയുമായ TC ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ PV ഷൺമുഖം, M സോമൻ, ബോർഡ് മെമ്പർമാരായ ബിനീഷ് ഉറുമ്പിൽ, ജോയിന്റ് സെക്രട്ടറി രൂപേഷ്, മഹിളാ സംഘം രക്ഷാധികാരി സുമതി, പ്രസിഡന്റ് പുഷ്പ ബിജു, വിശാലാക്ഷി, അമ്പിളി, രൂപേഷ്, സജിമോൻ, T അജേഷ് കുമാർ, P വിനോദ്, അനീഷ്, ബാബു തുടങ്ങിയവർ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.